ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കുട്ടികൾ ഒരുപാട് പേര് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള അസിസ്റ്റന്റ് ഗ്രേഡ് 3 എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഒരുപാട് പ്രാവശ്യം അസിസ്റ്റന്റ് ഗ്രേഡ് 3യെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ വരാനായിട്ട് പോകുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്, ആർക്കൊക്കെയാണ്, എന്താണ് ഈ പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടൊക്കെ നോക്കുക കേട്ടോ. എടാ നോക്കിക്കോ, നമ്മുടെ അസിസ്റ്റന്റ് ഗ്രേഡ് 3 പോസ്റ്റിനുള്ളിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ജനറൽ പോസ്റ്റുകളാണ്. അതായത് നമ്മുടെ ഓഫീസ് വർക്ക് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഹാൻഡിൽ ജനറൽ അഡ്മിനിസ്ട്രേഷൻ, ലീഗൽ, വിജിലൻസ് ആൻഡ് IT റിലേറ്റഡ് ടാസ്കുകളാണ് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. അപ്പോ അസിസ്റ്റന്റ് ഗ്രേഡ് 3 ജനറൽ പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളാണ് വരുന്നത്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും, അതായത് ഗ്രാജുവേഷൻ, ഏത് ഗ്രാജുവേഷനുള്ള ഒരു റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേഷൻ ഉള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ഡിപ്പാർട്ട് പോസ്റ്റുകളാണ്. അതായത് മാനേജർ പോസ്റ്റുകളാണ്. മാനേജേഴ്സ് ഫീൽഡ് ഓപ്പറേഷൻ, ഗോ ഡൗൺസ്, ഫുഡ് ഗ്രെയിൻ സ്റ്റോറേജ് ആൻഡ് മിനിമൈസിങ് സ്റ്റോറേജ് ലോസസ്. ഈ കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റോറേജ് ലോസസ്, അതായത് നമ്മുടെ വെയർ ഹൗസിലായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത്. അതാണ് നമ്മുടെ അസിസ്റ്റന്റ് ഗ്രേഡ് 3യുടെ റിപ്പോർട്ട് പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അവിടെയും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഗ്രാജുവേഷൻ തന്നെയാണ്. ഏതെങ്കിലും ഒരു റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള നിങ്ങളുടെ ഗ്രാജുവേഷൻ ആണ് നമ്മുടെ അസിസ്റ്റന്റ് ഗ്രേഡ് 3യിലെ ഡിപ്പോർട്ട് പോസ്റ്റുകൾക്കും വരുന്നത്. അതായത് ഒരു മാനേജർ ലെവൽ പോസ്റ്റുകളാണ്. അത് കഴിഞ്ഞ് വരുന്നത് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ടെക്നിക്കൽ പോസ്റ്റുകളാണ്. ടെക്നിക്കൽ പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലോ. ഇൻസ്പെക്ട്സ് ആൻഡ് സർട്ടിഫൈഡ് ഫുഡ് ഗ്രെയിൻ ക്വാളിറ്റി, നമ്മുടെ ഫുഡ് ഗ്രെയിന്റെ ക്വാളിറ്റി ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BSc ഇൻ അഗ്രികൾച്ചർ ഓർ ബോട്ടണി, സുവോളജി, ബയോടെക്നോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി ആൻഡ് ഫുഡ് സയൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് പോസ്റ്റുകളിലും ഏതെങ്കിലും ഒരു റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ മാത്രം മതിയായിരുന്നു. പക്ഷെ ടെക്നിക്കൽ പോസ്റ്റുകൾ വരുമ്പോൾ നിങ്ങൾ അവിടെ തീർച്ചയായിട്ടും BSc അഗ്രികൾച്ചറോ ബോട്ടണിയോ സുവോളജിയോ മൈക്രോബയോളജിയോ ഫുഡ് സയൻസോ ബയോടെക്നോളജിയോ ബയോകെമിസ്ട്രിയോ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. ദെൻ അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ അസിസ്റ്റന്റ് ഗ്രേഡ് 3 അക്കൗണ്ട് പോസ്റ്റുകളാണ്. അക്കൗണ്ടന്റ് പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് തന്നെയാണ് വരുന്നത്? നമ്മുടെ ക്വാളിഫിക്കേഷനിൽ മാറ്റം വരും. ബാച്ചിലർ ഓഫ് കൊമേഴ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യം. അതായത് BCom, ഏതെങ്കിലും ഒരു റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങൾ BCom ഗ്രാജുവേറ്റ് ആണെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ദെൻ ലാസ്റ്റത്തെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ഹിന്ദി ട്രാൻസ്ലേറ്റർ പോസ്റ്റ് ആണ്. ഹിന്ദി ട്രാൻസ്ലേറ്റർ പോസ്റ്റ് ആണ്. അതിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളുടെ ഡിഗ്രിയിൽ, അതായത് നിങ്ങളുടെ ഗ്രാജുവേഷൻ ഹിന്ദിയിലായിരിക്കണം. നിങ്ങളുടെ BA ഹിന്ദി ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എല്ലാ കുട്ടികളും നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പോസ്റ്റുകളിലേക്കൊക്കെ വേണ്ടി പഠിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരും. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസത്തിനകത്ത് നിങ്ങൾക്ക് എന്ത് കാണും? എക്സാം കാണും. അപ്പൊ നമുക്ക് ഇപ്പോഴേ നമ്മൾ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കറക്റ്റ് സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലിയിൽ പെട്ടെന്ന് തന്നെ കയറാനായിട്ട് കഴിയും. ആ ഒരു സിലബസ് ഒക്കെ ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ എക്സാം ഒക്കെ എഴുതാനായിട്ട് കഴിയും. അപ്പൊ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ ഇതിനെ നോക്കി നിങ്ങൾ ആ ഗ്രാജുവേറ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കി ഇപ്പോഴേ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾക്കൊരു സഹായം വേണം, നിങ്ങൾക്കൊരു ഗൈഡൻസിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ഏറ്റവും പുതിയ ബാച്ച് ആയിട്ടുള്ള നമ്മുടെ FCAയുടെ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, അതായത് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും നിങ്ങളുടെ ലൈവ് സെഷനുകളും മോട്ടിവേഷൻ സെഷനുകളും മെന്റർഷിപ്പും പിന്നെ നമ്മുടെ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയർ സെഷൻസ് ഒക്കെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന അടിപൊളി ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നമ്മുടെ ആപ്പ് ഉണ്ട്. അതിനകത്ത് കയറിയിട്ട് നമ്മുടെ ഫ്രീ ഡെമോ ക്ലാസ് ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ആപ്പ് പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക കേട്ടോ.